ആരെയും തുരന്നു തിരുമെന്ന ഭാവത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോഴിതാ ചൈന എന്ന സുമതി വളവ് കടക്കാനോ ആ വളവ് നൂത്ത് നിവർക്കാനോ ഒന്നും സാധിക്കാതെ ട്രംപ് കിടന്ന് ശ്വാസം മുട്ടുകയാണ്. ചൈനയിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് US വന്നോളാൻ എല്ലാ കമ്പനികളും പറഞ്ഞു. ഇവിടെ വന്ന് പ്ലാന്റ് തുടങ്ങാൻ പറഞ്ഞു. ഐഫോൺ അത് കേട്ട് US അല്ല വന്നത്, നേരെ ഇന്ത്യയിലേക്ക്. ചൈനയിലെ US ചിപ്പ് ഭീമന്മാരായ NVIDIAയും AMDയും രണ്ടും ചൈന വിടാൻ ഒരുക്കമില്ല. കാരണം ചൈന സെമി കണ്ടക്ടറുകൾക്ക് പറ്റിയ വിപണിയാണ്. എന്നാൽ പിന്നെ ഇരിക്കട്ടെ, തന്റെ വക ഒരു കപ്പം പിരിക്കില്ലെന്നാണ് ഇന്ത്യയിൽ വന്ന് ചുങ്കം പിരിച്ചെടുത്ത പണ്ടത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പോലെ ഇന്നത്തെ ട്രംപ് ചെയ്യുന്നത്. എന്താണ്? ചൈനയിലേക്ക് സെമി കണ്ടക്ടറുകൾ കയറ്റി അയക്കാൻ ലൈസൻസ് നേടിയെടുക്കാൻ ട്രംപിന് ഇങ്ങോട്ട് കപ്പം കൊടുക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ അമേരിക്കയിലെ വൻകിട ചിപ്പ് ഭീമന്മാർ. NVIDIAയും AMDയും അടക്കമുള്ള വൻകിട ചിപ്പ് കമ്പനികൾ. ആരും കേൾക്കാത്ത, ഇതുവരെ ആരും വായിക്കാത്ത ഒരു കരാറിന്റെ മറവിൽ ചൈനയിലെ ചിപ്പ് വിൽപ്പനയിൽ നിന്നുള്ള വരുമാനത്തിന്റെ 15% NVIDIAയും AMDയും US സർക്കാർ നൽകാൻ തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. NVIDIAയുടെ ചിപ്പുകൾ AI ബൂമിന്റെ പ്രധാന ചാലകമാണ്. ഈ NVIDIAയുടെ H20 ചിപ്പുകൾക്കും AMDയുടെ MI308 ചിപ്പുകൾക്കും വരുമാന വീതം ബാധകമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ട്രംപിന്റെ പുതിയ കരാർ. ചൈനീസ് വിപണിയിലേക്കുള്ള കയറ്റുമതി ലൈസൻസുകൾ നേടുന്നതിനുള്ള ഒരു സുപ്രധാന വ്യവസ്ഥയെ കഴിഞ്ഞയാഴ്ച അനുവദിച്ച ക്വിഡ് പ്രോ ക്വോ ക്രമീകരണത്തിന് ചിപ്പ് നിർമ്മാതാക്കൾക്കൊടുവിൽ ട്രംപിന് വഴങ്ങേണ്ടി വന്നു. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ US വെളിയിൽ പ്ലാന്റുകൾ, നിക്ഷേപങ്ങൾ ഒക്കെ ആരംഭിച്ചിരിക്കുന്ന ടെക് കമ്പനികൾ US ആസ്ഥാനം നിലനിർത്തണമെങ്കിൽ ഇനി ട്രംപിന് അങ്ങോട്ട് കപ്പം കൊടുക്കേണ്ടി വരും. അതാണ് നേരത്തെ പറഞ്ഞത്, ട്രംപിന്റെ കപ്പം പിരിക്കൽ. തങ്ങളുടെ ലാഭവിഹിതം ട്രംപിന് ഷെയർ ചെയ്യേണ്ടി വരും. US കയറ്റുമതി നിയന്ത്രണ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കമ്പനി ലൈസൻസുകൾ നേടുന്നതിന് ഒരു US കമ്പനിയും നാളിതുവരെ തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് നൽകിയിട്ടേയില്ല. എന്നാൽ ഇതാദ്യമായി ട്രംപിന് മുന്നിൽ അങ്ങനെ ചിപ്പ് കമ്പനികളും വഴങ്ങിക്കൊടുക്കേണ്ട ഗതികേടിലായി. ട്രംപിന്റെ വാക്കുകൾ പറഞ്ഞാൽ താൻ ചുമത്തുന്ന താരിഫ് നിരക്കുകൾ കുറയ്ക്കാൻ പറ്റിയ മാർഗമാണ് ഈ കപ്പം. കഴിഞ്ഞ ആഴ്ച US വാണിജ്യ വകുപ്പ് NVIDIAയ്ക്ക് അതിന്റെ H20 ചിപ്പുകൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ലൈസൻസുകൾ നൽകാൻ തുടങ്ങി. ഇത് പ്രധാന വിപണിയിലേക്കുള്ള ഇന്റലിജൻസ് ഭീമന്റെ പ്രധാനമായ ഒരു കടന്നുകയറ്റം തന്നെയാണ്. ചൈന എന്ന പ്രധാന വിപണിയിലേക്കുള്ള NVIDIAയുടെ കടന്നുകയറ്റം. ചൈനയ്ക്ക് H20 ചിപ്പുകൾ വിൽക്കുന്നതിനുള്ള ഏപ്രിലിലെ വിലക്ക് ജൂലൈ തന്നെ ട്രംപ് പിൻവലിച്ചിരുന്നു. അതിനുശേഷമാണ് അവിടേക്ക് ചിപ്പുകൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ലൈസൻസ് നേടാനായിട്ടുള്ള ഈ പുതിയ ആരും കേൾക്കാത്ത വ്യവസ്ഥകളും. ബൈഡൻ കാലത്ത് NVIDIA ചൈനയിലേക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മൈക്രോ പ്രോസസ്സുകൾ രൂപകൽപ്പന ചെയ്ത് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഏപ്രിലിൽ വിലക്കിയതും പിന്നീട് ജൂലൈയിൽ വീണ്ടും അതിന് അനുമതി നൽകിയതും. ലോകമെമ്പാടുമുള്ള വിപണികളിലെ പങ്കാളിത്തത്തിനായി US സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നിയമങ്ങൾ NVIDIA കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് NVIDIA വക്താവ് പറയുന്നുണ്ട്. മാസങ്ങളെ ഞങ്ങൾ ചൈനയിലേക്ക് H20 ചിപ്പുകൾ കയറ്റുമതി ചെയ്യുന്നില്ല, പക്ഷേ ഇനി അത് ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും അമേരിക്കയെ ചൈനയിലും ലോകമെമ്പാടും മത്സരിക്കാൻ രാജ്യത്തെ നിയമങ്ങൾ അനുവദിക്കുമെന്നാണ് തങ്ങൾ കരുതുന്നതെന്നാണ് NVIDIAയും AMDയും പറയുന്നത്. ട്രംപിന് ഏതു തരത്തിലും കപ്പം പിരിച്ചെടുക്കാനുള്ള മറ്റൊരു മാർഗം കൂടിയായി ഈ അമേരിക്കൻ കമ്പനികളുടെ ചൈനീസ് അധിനിവേശവും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച